നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയവളെ ഏതോ നാട്ടിൽ ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നല്ലേ? എന്നോടും എന്റെ കുടുംബത്തോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി. നീ അഖിലിനെ കല്യാണം കഴിച്ചതിനെ ഞാൻ എതിർത്തു. അതിന്റെ പകരം ചോദിക്കലല്ലേ നീ നടത്തുന്നേ? അമ്മേ, ശ്യാമയെ കുറ്റപ്പെടുത്തരുത്. അത് പറയാൻ നിനക്കെന്താ അധികാരം? അധികാരോ? ഇതെന്റെ വീടാ. ഇവളെന്റെ അനിയത്തിയാ. എന്റെ വീട്ടിൽ വന്ന് എന്റെ അനിയത്തെ ആക്ഷേപിച്ച ഞാൻ കണ്ടു നിൽക്കില്ല. ഓഹോ, കാര്യങ്ങളപ്പോ അതുവരെയായി. അനിയത്തി ചേച്ചി കൊള്ളാം. ഇനി ഒരമ്മ പെറ്റതാണോ എന്നും കൂടി അറിഞ്ഞാ മതി. ഒരമ്മ പെറ്റതാണെന്ന് തന്നെ വെച്ചാ മതി. ഓഹോ, അങ്ങനെയല്ലേ? ശരി, എന്നാ ചേച്ചിയോടും അനിയത്തിയോടും ഞാനൊരു കാര്യം പറയാം. എന്റെ കുടുംബത്തിനെ തൊട്ട് കളിക്കാൻ വന്ന തീർത്തുകളയും ഞാൻ രണ്ടിനെയും. സമാധാനത്തോടെ എല്ലാം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതിയിട്ടാ ആദ്യം ഇറങ്ങിയത്. പക്ഷേ ഇനി അങ്ങോട്ട് ഞാനാ ഇറങ്ങാൻ പോകുന്നേ. ഞാൻ ഇറങ്ങിയ എന്തൊക്കെ നടത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അല്ലേ? അമ്മ പ്ലീസ്, അമ്മ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നീ പറയുന്നത് ഞാൻ കേൾക്കണമെന്നോ? ഞാൻ പറഞ്ഞത് നീ കേട്ടോ? ഇല്ലല്ലോ. ഇനി ഇവിടെ കാണില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? അത് നീ പാലിച്ചോ? അമ്മ, ഞാനിപ്പോ ചേച്ചി കാണാൻ വന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടാ. ചേച്ചിയോട് ഇപ്പൊ ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നതും. ആണോ? പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവുക. അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. എന്റെ ദേഹത്ത് തൊട്ടുപോകരുത്. ഒരു കാര്യം, ഇനി ഇവിടെ നിന്ന് നിങ്ങൾ അധികം സംസാരിക്കരുത്. കുടുംബം തകർക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചല്ലോ. എനിക്കൊരു കുടുംബം ഉണ്ടാകേണ്ടതായിരുന്നു. എനിക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തല്ലി തകർത്തത് ആരാ? ഇവിടെ ഇപ്പൊ കുറ്റമല്ല ശ്യാമയ്ക്കല്ലേ? ഇതുപോലൊരു മരുമകളെ കിട്ടാനേ 100 ജന്മം തപസ്സിരിക്കണം. ഞാൻ അരുണിനെ കാണാൻ വരുന്നതോർത്ത് പേടിക്കണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഇപ്പോഴും ഞാനതാ പറയുന്നേ. ഞാൻ അങ്ങോട്ട് വരില്ല. അരുൺ ഇങ്ങോട്ട് വരാതെ നിങ്ങൾ കുടുംബക്കാരെ നോക്കിയാ മതി. ചേച്ചി, എന്റെ കുടുംബത്തിലെ ഒരാളെ കൂറുമാറ്റിയെടുത്തതിന്റെ ബലത്തില് നീ എന്ന് ഡയലോഗ് അടിച്ച് തകർക്കുകയാണല്ലോ. അമ്മ, നിന്നെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം തീർക്കാനായിരുന്നു ഞാൻ വന്നത്. നീ എന്തെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് എന്ത് തരാന്ന് കരുതി. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഉദ്ദേശിച്ചുള്ള പുറപ്പാടാണെന്ന്. രണ്ടുപേരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. ഈ വസുന്ധരയെ പറയുന്നേ. നിന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചിരിക്കും. അരുണിന്റെ ജീവിതം തകർക്കാവുന്ന നീ കരുതണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.